ആൻസിക ആദ്യം നോക്കണം ലൈൻ കിട്ടുമ്പോൾ മേഘ മേഘയുടെ സെയിം ലൈനിലായിരിക്കണം ഫസ്റ്റ് ലൈൻ വരണ്ടത്. സെക്കൻഡ് ലൈൻ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ആയി പോയത് ജസ്റ്റ് നമ്മൾ കൈ ഒന്ന് നീട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും ബാക്ക്ഗ്രൗണ്ട് പോയാൽ മതി. ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യിപ്പിച്ചിരുന്നു. Ready? 1, 2, 3, 4, start. രണ്ടുപേരുടെ ഇടയ്ക്ക് നല്ല കാണാൻ പറ്റുമോ? ഒരു ടൈ കെട്ടിട്ട് വേണം.
കുച്ചിപ്പുടി മോഹിനിയാട്ടം അരങ്ങേറ്റം ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻറ്റ് സ്റ്റേജിലോട്ട് വരുന്നത്. നമ്മെ കൈപിടിച്ച് നയിക്കുന്ന ഈ സുന്ദര വേദിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സാക്ഷികളാകുന്നത് ഒരു കലാസാധനയുടെ പൂർത്തീകരണത്തിനല്ല, പകരം ദീർഘമായ ശിക്ഷണ യാത്രയുടെ ദൈവികമായ അവതരണത്തിനാണ്. വിളക്ക് കത്തിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടർന്ന് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം നൽകുന്ന ചീഫ് മാനേജർ ഓപ്പറേഷൻസ് ശ്രീ അർജുൻ സോമശേഖറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശിക്ഷണത്തിന്റെയും ശൈലിയുടെയും നേതൃത്വം വഹിക്കുന്ന TKDയുടെ ഫാക്കൽറ്റി ഹെഡ് RLV സൗഭാഗ്യ വെങ്കടേഷിനെ വിളക്ക് തെളിയിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. TKDയുടെ ഭാവിയുടെ പ്രതീക്ഷയായ സക്സസർ ഹരികൃഷ്ണൻ AA വിളക്ക് തെളിയിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒടുവിലായി TKDയുടെ തുടർച്ചയ്ക്കും വളർച്ചയ്ക്കും പ്രതീക്ഷയായ സക്സസർ അപർണ AA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രാധേകൃഷ്ണ. രാധേകൃഷ്ണ. സൗഭാഗ്യ തുടങ്ങിയിട്ട് ഇപ്പോൾ 7 years ആവുന്നു. ഞങ്ങളുടെ സർവീസ് മുമ്പാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഇത്രയും നാൾക്ക് സക്സസ് നിങ്ങളെല്ലാം വളരെ വലിയ പാട്ടാണ്. നിങ്ങളെ ഒരു സക്സസും നിങ്ങളെ നമ്മളായിട്ടുള്ള റിലേഷൻ കാരണമാണ് നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. പാരൻസിന് എപ്പോഴും ഞാനാണ് കൂടുതൽ പാരൻസിന് സംസാരിക്കാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എനിക്കിപ്പോഴും പാരൻസിന് ഭയങ്കര താങ്ക്സാണ്. അവരുടെ സമയം അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആരോഗ്യം എല്ലാ യൂണിവേഴ്സിറ്റിയിലാണ് അവർ മക്കളെ പഠിക്കാനായിട്ടുണ്ട്. അവരുടെ ആ ഒരു എഫേർട്ടിന് നമ്മൾ എത്ര വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് മതിയായില്ല. സ്റ്റുഡൻസിനോടുള്ള പാരൻസിന് മക്കളോടുള്ള ഇഷ്ടം ഡാൻസിൽ അതുപോലെ തന്നെ കാണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് 7 years സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുന്നത് സൗഭാഗ്യ ടീച്ചറിന്റെ ആ ഒരു ഇത്രയും ഭയങ്കരമായ ബോണ്ടിങ് കാരണം തന്നെയാണ്. അപ്പം അവർക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ബന്ധം എൻ്റെ അമ്മയും ഭാര്യയാണ് എങ്കിലും പറയുന്ന സ്ഥലത്തിൽ നമ്മൾ പറയേണ്ടി വരും.
ഇപ്പോ എന്റെ ബ്രദറിന്റെ മോനാണ് ഹരി. അപ്പൊ ഹരിനകത്ത് ഒരുപാട് എഫേർട്ട് എടുക്കുന്നതായിട്ട് ഞാനൊരു കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്നു. അപ്പൊ അത് വലിയൊരു സന്തോഷം. നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആസ് എ പാരന്റ് നമുക്ക് വളരെ സന്തോഷത്തോന്ന ഒരു വിഷയമാണ് തന്നെ. അതുപോലെ സൗഭാഗ്യം കണ്ടിട്ട് ഇപ്പോ അപർണ ഡാൻസിലോട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിച്ച് ഡാൻസ് പഠിക്കുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ അരങ്ങേറ്റമായി. അപ്പം അതൊക്കെ ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടൊരു കാര്യം എനിക്ക് അത് കാണാൻ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പം ഇനി എന്തൊക്കെയാണ് എൻ്റെ രോഗങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പറയാം. ഞാൻ ഓഫീസിലുള്ളപ്പോൾ അല്ലെങ്കിൽ എൻ്റെ നമ്പറാണ് ഡയറക്ടർ ഒക്കെ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വിളിക്കാം. ചില സമയത്ത് കിട്ടില്ല. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് എടുത്താൽ മതി. താങ്ക് യു ഓൾ. കൃഷ്ണ. നമസ്കാരം. നമ്മുടെ സൗഹൃദത്തെ 48 വർഷം ഞാൻ സ്നേഹത്തോടെ അമ്മക്കിനി സുലക്ഷ്മി കൊടുമിലച്ചന എന്റെ സ്വന്തം സാക്ഷ്യമുണ്ടായി. ഇനിയും അതിന്റെ അടുത്ത് തലമുറക്ക് ഇത് അങ്ങോട്ട് പോയി ഈ സ്കൂളിലെ ഒരുപാട് കുട്ടികളെ നിറയെ പഠിപ്പിച്ച് നിറയെ ആസ്വദിപ്പിച്ച് നല്ല കുട്ടികളായിട്ട് നല്ല കലാകാരങ്ങളായിട്ട് വാർത്തെടുക്കാൻ അതിന്റെ ഈ അവസരത്തിൽ സന്ദേശം കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വേഗതയായ സൗഭാഗ്യ വെങ്കിടേഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കണം. സംസാരിക്കാനാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിൻ്റെ ആ ഫെസിലിറ്റി ഇന്ന് ഞാനൊരു കോർപ്പറേറ്റ് മൈൻഡിലല്ല. ഇന്നത്തെ സ്റ്റേജ് റിഹേഴ്സലായിട്ടപ്പോൾ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം വോയിസാണ്. അതെനിക്ക് ഭയപ്പെട്ട് പോയി. സോ ഇന്ന് ഫുൾ ആക്ഷൻ ഡാൻസ് എനിക്ക് വന്നതാണ് വിചാരിച്ചത്. എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഈ ഒരു നിമിഷമാണ് എനിക്ക് അമ്മയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റാഫ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഭീകരാവസ്ഥയാണ്. പക്ഷേ ബുദ്ധിമുട്ടിലും അങ്ങേറ്റത്തെ സന്തോഷവും ആ ഒരു ആക്ടിവിസ്റ്റിന്റെ മുഖത്ത് നിൽക്കുന്നത് ഇത്രയും കലാകാരികൾ ഈ വേദിയിൽ അരങ്ങേറ്റം ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് എത്ര സന്തോഷമുണ്ട്, അത് കാണാൻ അവരുടെ ഫാമിലിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ അതിനെ നമുക്ക് ഒരു 100 മടങ്ങ് വേണ്ടാണ് എൻ്റെ സന്തോഷം. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്താൽ ഒരാളുടെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടല്ലോ. ആ ഒരു കൈൻഡ് ഓഫ് മൊമെന്റ്സിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പഠിപ്പിച്ച ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ പെർഫോം ചെയ്യാവുന്നത്. സോ അത് നൈറ്റ് മൊമെന്റ്സ് ആണ്. സോ ആദ്യം ഈ ഫൗണ്ടർ വേറെ വരുമ്പോൾ ഇത് കേട്ടൊന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവും വിശ്വസിക്കുന്നു. എൻ്റെ അമ്മമ്മ ശ്രീമതി സുബ്ബലക്ഷ്മി, എൻ്റെ പേരൻസ്, എൻ്റെ അച്ഛൻ ശ്രീ രാജമറാം, എൻ്റെ അമ്മ എന്നെ വിശ്വസിച്ച് ഈ സ്ഥാപനം എന്നെ ഏൽപ്പിച്ച എൻ്റെ അമ്മ ഒരു ഈസി ടാസ്ക് അല്ല. ഒരാളുടെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഗുഡ്വിൽ ഒക്കെ ഒരാളെ ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞത് മകളാണെങ്കിൽ പോലും ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ്, ലോട്ട് ഓഫ് ട്രസ്റ്റ്. ആ ഒരു വിശ്വാസം എന്നെ ഏൽപ്പിച്ചെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ടു മൈ ബെസ്റ്റ് ഹാഫ്, മൈ ഹസ്ബൻഡ്. ഞാനിവിടെ ഒരുപാട് പേരുടെ കുറിച്ച് കേൾക്കാറുണ്ട്. കുറേ ഹസ്ബൻഡ്സ് അവരുടെ വൈഫിനെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു ഹോളിഡേ വന്നാലൊപ്പം ഡാൻസ് പ്രാക്ടീസ് വരുമ്പോൾ ഡാൻസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ ഫാമിലിയിൽ അവരുടെ ലൈഫിനെ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികളെ അവർക്ക് അമ്മമാരെ മിസ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടു പറഞ്ഞു. ആ മൊമെന്റിലേക്ക് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എത്ര എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പ്ലാനിങ് എല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്താണ് പോകുന്നത്. സോ ഐ മിസ് മെനി ഒക്കേഷൻസ്, മെനി ഹോളിഡേസ്. ഒരു ട്രിപ്പ് പോകാറില്ല. ഇതെല്ലാം ഈ ഒരു സ്ഥാപനത്തിനും സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടി തന്നെയാണ്. ഐ ആം വെരി ഹാപ്പി. പക്ഷെ ഇത്രയും വിഷമത്തെ സഹിച്ചതിന് കൊണ്ടുവന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സാറാണ് പറഞ്ഞു വരുന്നത്. Despite of all these,
എൻ്റെ കൂടെ ഒരു സ്ട്രോങ് പിള്ളേരുടെ ഹസ്ബൻഡ് എത്ര പറഞ്ഞാലും മതിയാവില്ല. He is co-created Parathalya Dance Academy by Saubhagya Venkatesh. അതിന് ഇന്ന് 7 years ആവുന്നു by Saubhagya Venkatesh ആയിട്ട്. And I'm glad that my mother is also happy with that decision. And ഈ 7 years ഇത്രയും കുട്ടികളെ നമുക്ക് ഒഫീഷ്യലി സ്റ്റേജിൽ കൊണ്ടുവരുന്ന ഒരു ആർട്ട് ഫോമിന് സമ്പ്രദായ പ്രകാരം ഒരു അരങ്ങേറ്റം ചെയ്തെനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. I have known എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട്സ് സർക്കിൾസിൽ നിന്ന് തന്നെ ഒരു സെമി ക്ലാസിക്കൽ സോങ് അല്ലെങ്കിൽ ഒരു ഫിലിം സോങ് അല്ലെങ്കിൽ ഒരു തോടെയെല്ലാം പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി ആ കുട്ടികളെ അത് അരങ്ങേറ്റമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ലാക്സ് വാങ്ങിക്കുന്ന ഒരുപാട് പേരുള്ളത് എങ്കില് വെരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. സോ ആ ഒരു മൊമെന്റിൽ ഇതേ തന്നെ കടന്നുകൊണ്ട് പ്രോപ്പർ റിസൈറ്റിൽ പ്രായഭേദമന്യേ എന്റെ കുട്ടികളെ എനിക്ക് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറ്റിയതിന് താങ്കിങ് ദ ലോർഡ് ഓൾമൈറ്റി ഫോർ ഗിവിംഗ് ദ സ്ട്രെങ്ത്. ഇപ്പോൾ ഈ വോയിസ് കിട്ടിയതിന് എല്ലാത്തിനും I would like to thank my along. And ഈ ഒരു കാര്യം ഒരിക്കലും ഡിഫറെന്റ് നിൽക്കുന്ന നിങ്ങളില്ലാത്ത പോസിബിൾ അല്ല. ഓരോ തവണ പ്രാക്ടീസിനെ കൊണ്ടുവരുന്നതാണെങ്കിലും ഡാൻസ് ക്ലാസ്സിനെ കൊണ്ടുവരുന്നതായിരിക്കും ഈ കോസ്റ്റ്യൂം മേക്കപ്പ് എല്ലാം ഉൾപ്പെടെ വളരെ ക്ഷമയോടെ അങ്ങ് ഏറ്റവും കോപ്പറേറ്റീവ് ആയിട്ട് നിങ്ങളെല്ലാവരും കൊണ്ടുവന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് പോസിബിൾ അല്ല. സോ really thanking each one of you for your unconditional support. Thank you so much for choosing TKEA. I hope നിങ്ങൾ എന്ത് വിഷയങ്ങളോട് കൂടിയാണ് TKEA വന്നത് ആ ഒരു ഹാപ്പിനെസ് ഓരോരുത്തർക്കും കിട്ടും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നത്. മനസ്സിൽ തൊട്ട് പറയാൻ I have been 100% impartial. ഞാൻ ഒരു കുട്ടിയോട് പോലും പാർഷ്യലായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. ഒരാളോട് പോലും ഞാൻ താഴ്ന്നു പറഞ്ഞിട്ടില്ല. ഒരാളോട് പോലും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഓൾവേസ് ബീൻ വെരി ലീനിയന്റ് in പരമാവധി. നോട്ട് ദാറ്റ് ഞാൻ ഭയങ്കര ഒട്ടും ടെമ്പറില്ലാത്ത വ്യക്തിയാണെന്നല്ല, ദേഷ്യത്തെ വരാനുണ്ട്. പക്ഷേ 99% of the time I try to control myself. ഞാൻ എല്ലാവരും സൈഡിൽ കാണിക്കാതിരിക്കാൻ തന്നെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. സ്റ്റുഡൻസിനെക്കാണെങ്കിലും പേരൻസിനെക്കാണെങ്കിലും. ഇനി ആ 1% എന്തെങ്കിലും ബൈ ചാൻസ് ആർക്കെങ്കിലും കാണാൻ തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ I would like to ask sorry for അതൊരു മനുഷ്യനല്ലേ, ചില ദിവസങ്ങൾ അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാകും. അതിന്റെ കാര്യം 99% ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ടിരിക്കാൻ നോക്കാറുണ്ട്. So thank you so much for giving us this beautiful stage. ഈ ഒരു സാഹിത്യ സ്റ്റേജ് തരുന്ന വിസിബിലിറ്റി ആ ഒരു ബ്യൂട്ടി എനിക്ക് ട്രാവൽ എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും സെലിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. എല്ലാം ചോദിക്കാറുണ്ട് വായി എപ്പോഴും സായികളാണോ ദൂരെയാണോ എന്നൊക്കെ. പക്ഷെ ഈ സ്റ്റേജിലെ ഡാൻസ് കളിച്ചാൽ ഔട്ട് വരുന്നത് കാണുമ്പോൾ you will know why this stage is so special. ഇപ്പോഴും ഞാൻ അമ്മയൊക്കെ വളരെ കൺട്രോൾ ചെയ്താണ് ഡാൻസ് ചെയ്യാതെ നിൽക്കുന്നത്. ഓരോ തവണ കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഒരു ഏർജ് ഇവിടെ വന്ന് 2 സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് ഇത് എപ്പോഴും ഉണ്ടാകാറുണ്ട്. സോ ആനന്ദ് സാറിനും വിനീത മാമിനും മകൾ അന്നപൂർണ്ണ മാമിനും അങ്ങനെ എത്ര നന്ദിയുണ്ട് ഫോർ കൺസിഡറിങ് us as a part of Sai Dramas family. And ഇന്ന് ഇപ്പോഴത്തെ പാരാമല ഡാൻസ് അക്കാദമി ഒരു ഫാമിലി അഫെയർ ആയിട്ട് മാറുന്നത്. ബിക്കോസ് മൈ സിസ്റ്റർ ഇസ് ആക്ടിങ് ദ ഷോ. അതിന് മുന്നേ മൈ ഡോട്ടർ ഇൻ ലോ വാസ് ഓർഗനൈസിങ് ഓൾ ഓഫ് ദീസ്. എൻ്റെ മകനാണ് ഇവിടെ സൗണ്ട് പ്ലേ ചെയ്യുന്നത്. എൻ്റെ മകളാണ് എനിക്ക് വേണ്ടി ക്ലാസ് മാനേജ് ചെയ്യുന്നത്, എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് സുദർശനയെ കൂടി ഇതിലേക്ക് വന്ന് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അൺഎക്സ്പെക്ടഡ് ഡിലേ കാരണം നമ്മളിങ്ങനെ പോയെങ്കിലും we'll try our best to speed up all the rest of the function and start the program. And ഒരു റിക്വസ്റ്റ് ഓരോ ഡാൻസ് കഴിയുമ്പോൾ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർക്ക് ഒരു എൻകറേജ്മെന്റ് കൊടുക്കണം. ബിക്കോസ് ഒരു ഡാൻസർ ഒരു സ്റ്റേജിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എപ്പോഴാണ് ജനിക്കുന്നത് പറഞ്ഞാൽ ഓഡിയൻസ് തരുന്ന ആ എൻകറേജ്മെന്റും ആ ഒരു മോട്ടിവേഷനൊക്കെയാണ്. ഇപ്പോഴും സൊസൈറ്റിയിലെ ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ്, കളക്ടർ ഒക്കെ മാത്രം പോരാ. യു വിൽ ഓൾവേസ് നീഡ് ആൻ എന്റർടൈനർ. ആർട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ സൊസൈറ്റിക്ക് എന്നും ആവശ്യമാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ആഫ്റ്റർ എ സ്ട്രെസ്ഫുൾ ഡേ നിങ്ങൾക്കൊന്ന് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ യു നീഡ് ആൻ ആർട്ടിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ ഇതിൽ എത്രയാണ് ഫ്യൂച്ചർ ആർട്ടിസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Again, requesting the parents to not pull them back. ഡാൻസ് വേണ്ട എന്ന് ആരും പറയാതിരിക്കാം.
ഇപ്പോഴത്തെ പോളിസി ഉണ്ടല്ലോ പഠിത്തവും ഡാൻസും ഒരുമിച്ച് പോട്ടെ, ഓക്കെ അത് ഗുഡ് ഡെസിഷനാണ്, അങ്ങനെ പോട്ടെ, ഡാൻസ് കളയണ്ട. ചിലപ്പോൾ അതിലായിരിക്കും നാളെ ചോദിക്കാൻ പോകുന്നത്. എന്നൊരു റിക്വസ്റ്റോട് കൂടി ഐ എം കൺക്ലൂഡിംഗ് മൈ വേർഡ്സ്. താങ്ക് യു സോ മച്ച്, സിൻസിയർലി താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്റ്റുഡൻസിന്റെ അരങ്ങേറ്റമാണ്. ചിലരുടെ ഫസ്റ്റ് അരങ്ങേറ്റമാണ്, ചിലരുടെ സെക്കൻഡ് അരങ്ങേറ്റമാണ്, ചിലരുടെ തേർഡ് അരങ്ങേറ്റമാണ്. കാണുമ്പോൾ വലിയ സന്തോഷം. കൊച്ചു പിള്ളേർക്ക് വലിയ ആൾക്കാരെല്ലാം ഒരുപോലെ ഡെഫിനറ്റ്ലി അവരുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം എല്ലാവരുടെ സപ്പോർട്ടും എല്ലാം വേണം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ വേദി വന്നിരിക്കാൻ പറ്റിയ ആസ് എ സക്സസർ ഓഫ് TKDA. എനിക്ക് താരതമ്യ ഡാൻസ് അക്കാദമി തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഫാമിലിയിൽ പുതിയ ഫേസസും എല്ലാവരും എക്സ്പാൻഡ് കാണാനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് എൻ്റെ തേർഡ് അരങ്ങേറ്റമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി വേദി വന്ന് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നത്. എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് എൻ്റെ കൊച്ചിനും ചിറ്റിയും പിന്നെ താര ടീച്ചറുമാണ് എന്നെ ഇത്രയും വളർത്തിയെടുത്ത് ഡാൻസ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജിൽ എത്തിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ എനിക്ക് നന്ദി അടുത്ത് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. എൻ്റെ അച്ഛൻ, വിദ്യാർത്ഥി, പിന്നെ എൻ്റെ ചേട്ടൻ, എൻ്റെ ചേച്ചി, എല്ലാവരും എനിക്ക് നന്ദി പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്രോഗ്രാം കാണാൻ എൻജോയ് ചെയ്യണം. താങ്ക് യു. അടുത്തതായി ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങിലേക്കാണ് കടക്കുന്നത്. മാതാപിതാ ഗുരുദൈവം. ജീവിതത്തിലെ ഓരോ വിജയത്തിന്റെയും ആദ്യ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ പാരന്റ്സിന്റെ ഹൃദയങ്ങളിൽ നിന്നാണ്. ജീവിതകാല അതിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാം. ഇപ്പോൾ വേദി ആദ്യമായി കുച്ചിപ്പുടി പഠിച്ച വിദ്യാർത്ഥികളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ അവരോ ദയവായി വേദിയിലേക്ക് കടന്നു വരിക.
ഈ സുന്ദര സന്ധ്യ ഓരോ അവതരണവും ഓരോ അനുഭവം. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവും വിലപ്പെട്ടതാണ്. പ്രോഗ്രാം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും നിങ്ങളുടെ കൈയടി അവരെ കൂടുതൽ ഉത്സാഹരഹിതരാക്കുമെന്ന് അറിയിക്കട്ടെ. ഇനി വേദിയിൽ ഭരതനാട്യം സീനിയേഴ്സ്.
രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. എന്റെ കാറ്റ് മാത്രമേ സംസാരിക്കും. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നീ അടുത്ത സാറ്റർഡേ എന്റെ സൗണ്ട് ബ്രേക്കുകയും ചെയ്യണം. ആക്ച്വലി ഞാൻ അത്രയും എനിക്ക് പറ്റാവുന്നതിനെക്കാട്ടും ഞാൻ എഫർട്ട് എടുത്തിട്ടുണ്ട് പഠിപ്പിക്കുന്നതിന്. ബിക്കോസ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചിങ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നന്നായി കളിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്ന കുട്ടികളെ മാത്രം സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യും. സോ ദാറ്റ് ടീച്ചറിന്റെ റെക്രൂട്ട്മെന്റ് എപ്പോഴും വേണ്ടി നിൽക്കും. ആ ടീച്ചറിന്റെ സ്റ്റുഡൻസ് എല്ലാവരും അടിപൊളിയാണെന്ന് പറയും. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരെയും സ്റ്റേജിൽ കയറ്റാൻ പഠിക്കും. കുറെ പേരെ മാറ്റം നീ വേണ്ട, എന്നാലും പല കഴിച്ചിരിക്കാറുണ്ട് കേട്ടോ. ബോഡി ഷേപ്പ് എന്നെ പെട്ടെന്ന് വേണ്ട പറയണോന്നുള്ളത് മറിക്കുന്നു. ബോഡി ഷേപ്പ് ആയിക്കോട്ടെ, ആവറേജ് ലേണർ കാണും, ഫാസ്റ്റ് ലേണർ കാണും, സ്ലോ ലേണർ കാണും. ഇങ്ങനത്തെ ഒരു വ്യത്യാസവും TTTയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വിച്ച് ഇസ് വൈ ഇവിടെ എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. കുറച്ച് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഓർത്ത് കളിക്കുന്നവരെ നമ്മൾ ഫ്രണ്ടിൽ പിടിച്ച് നിർത്തുന്നു. സാധാരണ എല്ലാം ചോദിക്കും, അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ ചെറിയ ഹൈറ്റിൽ നിന്ന് വലിയ ഹൈറ്റോട്ട് എണ്ണ നിർത്താത്തതാണ്. അങ്ങനെ നിർത്തുന്നതിന്റെ ബുദ്ധിമുട്ടിതാണ്. ചില കുട്ടികളായിരിക്കും ഓർത്ത് കളി മെമ്മറൈസ് ചെയ്ത് കളിക്കുന്നവരുണ്ടാവും. അവർ ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് കളിക്കാൻ പറ്റുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനും ഒരു സ്റ്റേജ് മിസ്സാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എന്റെ ഫുൾ ഹാർട്ട് ഇവിടെയാണ് ഞാൻ തന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ലവിങ് മീ ബാക്ക്. ടീച്ചറിനോ ഇത്രയും സ്നേഹിക്കുന്ന കാണുമ്പോഴാണ് എന്റെ മനസ്സ് നിറയുന്നത്. ആൻഡ് അവർക്ക് സ്നേഹിക്കാനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾ എല്ലാവരുമാണ്. So thank you so much for that, and I really appreciate each one of you for doing this performance really well. Stage ആയാലും അതിനകത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ഇന്നലെച്ചബിൾ ആണ്, ഒരുപാട് അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് ഒക്കെ ഉണ്ടാവും. എന്നാലാണ് നമുക്ക് പഠിച്ചതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആർക്കും ഒരു സ്റ്റേജ് 100% പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ നമ്മൾ റോബോട്ട് ആയിരിക്കും. നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല മിസ്റ്റേക്സ് ഉണ്ടാവും. ലേൺ ഫ്രം ദിസ്, ഗ്രോ ബിഗർ. അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ ഇതിനെ കാട്ടിൽ ഗംഭീരമായിട്ട് ചെയ്യാം എല്ലാവരും. Thank you so much. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറയാമോ? പറയോ? അവർ മോഹിയാട്ടെന്ന് പറയുന്നത് കൈകൊണ്ടോ മോഹിയാട്ടത്തിന്റെ ആൾക്കാരാണോ അവിടെ കുച്ചിപ്പുടി എന്ന് പറയുന്നത് കൈകൊണ്ടോ? ഭരതനാട്യം ജൂനിയേഴ്സ് ഭരതനാട്യം സീനിയേഴ്സ് എല്ലാത്തിനും ഒരു കൈകൊട്ടാണ്. പക്ഷെ ഇത് ഞാൻ വാർത്തെടുക്കാം ആശരാമല്ലോ. സോ ഇതിന്റെ ജഡ്ജ്മെന്റ് അമ്മ പറയാം. ദി ബെസ്റ്റ് ബാച്ച് സ്പെഷ്യൽ അവാർഡ് ട്രോഫി ഇതിന്റെ ബെസ്റ്റ് ബാച്ച് ആരും കൊണ്ടുപോകുന്നു കൊണ്ടാ ആക്ച്വലി എല്ലാം നന്നായി കളിച്ചു. പക്ഷേ ഒരുപോലെ നന്നായിട്ട് സൂപ്പർ പെർഫോമൻസ് മോഹിനിയാട്ടം.